ഷെയർ മാർക്കറ്റുകൾ വഴി ഷെയറുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കമ്പനികൾ അവയുടെ യഥാർത്ഥ മൂല്യത്തിനനുസരിച്ച ഒരു വിലക്കായിരിക്കില്ല പലപ്പോഴും ഷെയർ മാർക്കറ്റിലൂടെ ട്രാൻസാക്ഷൻ ചെയ്യപ്പെടുന്നത്. മറിച്ച് നാളെ ഒരു കാലത്ത് ആ കമ്പനി എത്ര വളർച്ച നേടും, എത്രമാത്രം ലാഭമുണ്ടാക്കും എന്ന ആളുകളുടെ പ്രതീക്ഷകളുടെയും പ്രവചനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഈ പ്രതീക്ഷകൾക്കും പ്രവചനങ്ങൾക്കും എതിരായ വാർത്തകൾ വരുമ്പോൾ ഷെയർ മാർക്കറ്റ് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് വലിയ വിലത്തകർച്ചകളെക്കുറിച്ചുള്ള വാർത്തകൾ പലപ്പോഴും വരുന്നത്. പക്ഷേ ഈ വിലത്തകർച്ചകൾ കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ യാതൊരു വിധത്തിലും ബാധിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഷെയറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്പം സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. മാർക്കറ്റിൽ പോയി കയ്യിലുള്ള പണത്തിനനുസരിച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങാനുള്ള ഒരാളുടെ യോഗ്യത അയാളുടെ ഉയർന്ന അക്കാദമിക് ക്വാളിഫിക്കേഷൻ അല്ല, മറിച്ച് അയാൾക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള അറിവും സാധനങ്ങളുടെ സീസണുകളെക്കുറിച്ചുള്ള അറിവും വില നിലവാരവും എല്ലാം ആണ്. അതുപോലെ ഒരു ഷെയർ വാങ്ങാനുള്ള ഒരാളുടെ യോഗ്യത ആ കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അറിവ്, അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവ്, കഴിഞ്ഞ കാലങ്ങളിലെ ലാഭം എത്ര, കടബാധ്യതകൾ എത്ര, അവരുടെ ഷെയർ വില എത്രമാത്രം ഉയരത്തിൽ പോയി എത്രമാത്രം താഴ്ന്നു എന്നിങ്ങനെയുള്ള അറിവാണ്. ഈ അറിവില്ലാത്ത ധാരാളം ആളുകളുടെ പണം ഷെയർ മാർക്കറ്റിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷെയർ മാർക്കറ്റിലെ ഒരു തുടക്കക്കാരന് അല്ലെങ്കിൽ കമ്പനികളെക്കുറിച്ച് ഇത്തരത്തിൽ പഠിച്ച് നിക്ഷേപിക്കാൻ സാധിക്കാത്ത ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ മാർഗം നാം കുട്ടിക്കാലത്ത് വിജയകരമായി നടപ്പിലാക്കിയ ആ കുട്ടിക്കൂറ സംസ്കാരം തന്നെയാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് കുട്ടിക്കൂറ പൗഡർ ടിന്നിൽ ഒരു ഹോളിട്ട് അതിലൂടെ നാണയത്തുട്ടുകൾ നിക്ഷേപിക്കുമ്പോൾ നമുക്കൊരിക്കലും ഫീൽ ചെയ്തിരുന്നില്ല നമ്മുടെ കയ്യിൽ നിന്നും വലിയ തോതിൽ പണം നഷ്ടപ്പെടുന്നതായി. പക്ഷെ പിന്നീട് നാം അത് തുറന്നു നോക്കിയപ്പോൾ വീട്ടിലെല്ലാവർക്കും വലിയ അത്ഭുതമായിരുന്നു. അതുപോലെ അല്പാൽപമായി കുറഞ്ഞ സംഖ്യകൾ ഉപയോഗിച്ച് ഷെയറുകൾ നിരന്തരമായി വാങ്ങുക. ദീർഘകാലാടിസ്ഥാനത്തിൽ ഷെയറുകളുടെ ഒരു കൂമ്പാരം തന്നെ ഇതിലൂടെ സൃഷ്ടിച്ചെടുക്കാം. ഷെയറുകളുമായി ഇത്തരത്തിൽ നിരന്തരമായി പരിചയമാകുന്നതോടുകൂടെ അവയുടെ ഷെയർ പ്രൈസിലെ മാറ്റങ്ങൾ മനസ്സിലാക്കുകയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ ഒരു കാര്യം അല്പം ശാസ്ത്രീയമായി എങ്ങനെ ഷെയർ മാർക്കറ്റിൽ ചെയ്യാം എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഹിൻഡാൽകോയുടെ എല്ലാ മാസത്തെയും അവസാന ദിവസങ്ങളിലെ ഷെയർ പ്രൈസാണ്. മാർച്ച് 2008 മുതൽ മാർച്ച് 2008 31 മാർച്ച് 2008 ഹിൻഡാൽകോയുടെ പ്രൈസ് വില 165 രൂപയാണ്. തൊട്ടടുത്ത മാസം തന്നെ, അതായത് ഏപ്രിൽ 2008 193 രൂപയായി അത് വർദ്ധിക്കുകയും ചെയ്യുന്നു. പക്ഷേ പിന്നീടുള്ള മാസങ്ങളിൽ വൻ വിലത്തകർച്ചയാണ്. ഷെയർ മാർക്കറ്റിലെ പൊതുവായ തകർച്ചകൾക്കനുസരിച്ച് വൻ വിലത്തകർച്ചയാണ് ഈ ഷെയറിന് സംഭവിച്ചത്. ഓഗസ്റ്റ് 2008 122 രൂപയായി താഴ്ന്നു. തുടർന്നുള്ള മാസങ്ങളിൽ, അതായത് ഫെബ്രുവരി 2009 38 രൂപയായി ഈ ഷെയർ വില താഴ്ന്നു. അതായത് മാർച്ച് 2008 165 രൂപയുണ്ടായിരുന്ന ഷെയർ വില ഫെബ്രുവരി 2009 38 രൂപ. ഇവിടെ മാർച്ചിൽ 16,500 രൂപ മുടക്കി 100 ഷെയർ ഒരാൾ വാങ്ങിച്ചിരുന്നുവെങ്കിൽ ഫെബ്രുവരി 2009 ആ ഷെയർ വിറ്റാൽ അയാൾക്ക് ലഭിക്കുന്നത് 3,800 രൂപ മാത്രം. ഇത്തരത്തിൽ ഷെയറുകൾ വാങ്ങി ഷെയർ മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവർ നിരവധിയാണ്. എന്നാൽ ഒറ്റത്തവണയായി വലിയ സംഖ്യകൾ ഇത്തരത്തിൽ നിക്ഷേപിക്കാതെ നിരന്തരമായി ചെറിയ സംഖ്യകൾ ഉപയോഗിച്ച് നിരന്തരമായി ഷെയർ
മേടിച്ച് എങ്ങനെയാണ് ഷെയർ മാർക്കറ്റിലെ ഈ തകർച്ചകളെ പോലും ലാഭകരമായി മാറ്റാൻ കഴിയുക എന്ന് നോക്കാം. ഈ ഒരു കാര്യം കൃത്യമായി മനസ്സിലാകാൻ വേണ്ടി എല്ലാ മാസവും 5000 രൂപ ഷെയർ മേടിക്കുന്ന രീതിയിലാണ് ഈ ടേബിൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാർച്ച് 2008 165 രൂപയുള്ളപ്പോൾ നാം വാങ്ങിക്കുന്നത് 30 ഷെയറുകളാണ്. പിന്നീട് ഇവിടെ സംഭവിക്കുന്നത് ഷെയർ വില ഉയരുമ്പോൾ വാങ്ങാൻ കഴിയുന്ന ഷെയറുകളുടെ എണ്ണം കുറയുകയും വില കുറയുമ്പോൾ കൂടുതൽ ഷെയറുകൾ വാങ്ങാൻ കഴിയുകയും ചെയ്യുന്നു. ഇതിലൂടെ എപ്പോഴും കോസ്റ്റ് ആവറേജ് ചെയ്യപ്പെടുന്നു. 165 രൂപക്ക് 30 ഷെയർ വാങ്ങിയ ആൾ ഷെയർ വില 122 രൂപ എത്തുമ്പോൾ 40 ഷെയറുകൾ വാങ്ങാൻ കഴിയുന്നു. ഓഗസ്റ്റ് 2008 ഷെയർ വില 122 രൂപയിലെത്തുന്നത്. ഓഗസ്റ്റ് 2008 വരെ നാം അതുവരെ മൊത്തം 35,000 രൂപ നിക്ഷേപിച്ചു. നമ്മുടെ അതുവരെയുള്ള ഫണ്ട് വാല്യൂ 28,000 രൂപ. അതായത് ഏകദേശം 19% നമുക്ക് നഷ്ടം. പിന്നീട് തുടർന്നുള്ള മാസങ്ങളിലും വിലയിടിവ് സംഭവിക്കുന്നു. ഒക്ടോബർ 2008 53 രൂപ. അന്ന് നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഷെയറുകളുടെ എണ്ണം 95. പിന്നീട് ഫെബ്രുവരി 2009 38 രൂപയിലെത്തുമ്പോൾ നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഷെയറുകളുടെ എണ്ണം കൂടുന്നു. 130 ഷെയറുകൾ നാം വാങ്ങിക്കുന്നു. അതായത് അതുവരെ നാം 65,000 രൂപക്ക് ഷെയറുകൾ വാങ്ങിച്ചു. 800 ഷെയറുകൾ നമ്മുടെ കൈവശമുണ്ട്. നമ്മുടെ ഫണ്ട് വാല്യൂ കേവലം 30,000 രൂപ മാത്രം. അതായത് നമ്മുടെ ഫണ്ടിൽ 53% നഷ്ടം സംഭവിച്ചു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹിൻഡാൽകോയുടെ ഷെയർ പ്രൈസ് വില 165 രൂപയിൽ നിന്ന് 38 രൂപയായി താഴുമ്പോൾ ഏകദേശം 75% കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. പക്ഷേ നമ്മുടെ നഷ്ടം 53% മാത്രം. പക്ഷേ ഷെയർ മാർക്കറ്റിലെ ഇത്തരം കയറ്റിറക്കങ്ങൾ സ്വാഭാവികമായതുകൊണ്ട് തുടർന്നുള്ള മാസങ്ങളിൽ വില വർദ്ധിക്കുന്നതായാണ് നാം കാണുന്നത്. ആ സമയങ്ങളിലും 5000 രൂപയുടെ നിക്ഷേപം നാം തുടരുന്നു. ഷെയർ മേടിക്കുന്ന രീതി നാം തുടരുന്നു. പിന്നീട് ഷെയർ വില സെപ്റ്റംബർ 2009 129 രൂപയിലെത്തുമ്പോൾ നമുക്ക് 39 ഷെയറുകൾ വാങ്ങാൻ കഴിയുന്നു. അതായത് അതുവരെ നാം നിക്ഷേപം നടത്തിയത് 1,00,000 രൂപ. നമ്മുടെ കയ്യിൽ 1245 ഹിൻഡാൽകോ ഷെയറുകളുണ്ട്. അതുവരെ നമ്മുടെ ഫണ്ട് വാല്യൂ അന്നത്തെ വില അനുസരിച്ച്, അതായത് സെപ്റ്റംബർ 2009 129 രൂപ പ്രകാരം നമ്മുടെ ഫണ്ട് വാല്യൂ 1,60,000 രൂപ. അതായത് 1,00,000 നിക്ഷേപിച്ച ആൾക്ക്, 1,00,000 ഷെയർ വാങ്ങിച്ച ആൾക്ക് ലഭിക്കുന്നത്, ആ ഷെയറുകൾ ഈ ദിവസം വിറ്റാൽ ലഭിക്കുന്നത് 1,60,000 രൂപ. അതായത് 61% ലാഭം. നാം നിക്ഷേപം തുടങ്ങിയ 165 രൂപയിൽ നിന്ന് ഷെയർ വില 129 രൂപയിൽ എത്തിയപ്പോൾ തന്നെ നമുക്ക് 60% ലാഭം. ഇവിടെ സംഭവിച്ചത്, നിരന്തരമായി ഷെയർ വാങ്ങുന്നതിലൂടെ നമ്മുടെ ബൈയിങ് കോസ്റ്റ്, അതായത് കൂടിയ വിലക്കും കുറഞ്ഞ വിലക്കും നാം നിരന്തരമായി ഷെയറുകൾ വാങ്ങിച്ചതോടുകൂടെ നമ്മുടെ ബൈയിങ് കോസ്റ്റ് എപ്പോഴും ആവറേജ് ചെയ്യപ്പെടുന്നു. പിന്നീട് മാർച്ച് 2010 ഷെയർ വില 181 രൂപയിലെത്തിയപ്പോൾ അതുവരെ നിക്ഷേപിച്ചത് 1,30,000 രൂപ. നമ്മുടെ കയ്യിൽ 1445 ഷെയറുകൾ അതുവരെ നാം വാങ്ങിച്ചിട്ടുണ്ട്. 181 രൂപ പ്രകാരം ആ ദിവസം നാം ആ ഷെയറുകൾ വിറ്റാൽ നമുക്ക് ലഭിക്കുന്നത് 2,61,000 രൂപ. അതായത് 100% ഇരട്ടിയോളം ലാഭം. ഇതാണ് ഈ രീതിയുടെ ഏറ്റവും വലിയ സവിശേഷത. ഇത്തരത്തിൽ നിക്ഷേപം നടത്തുമ്പോൾ
നാം ഉദ്ദേശിക്കുന്ന ലാഭം എത്തിയാൽ ഒന്നുകിൽ നമ്മുടെ ഷെയറുകളെല്ലാം ഒന്നിച്ച് വിൽപ്പന നടത്തി നമുക്ക് 5000 രൂപ എല്ലാ മാസവും നിക്ഷേപിക്കുന്ന രീതി പുനരാരംഭിക്കാം. അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് ഈ ഷെയറുകൾ കൈവശം വെക്കാം. ഇനിയും ഷെയർ മാർക്കറ്റുകളെ ഭയപ്പെടുന്നവർക്കായി ഒരു കാര്യം കൂടി. കമ്പനി മാനേജ്മെന്റിന്റെ തന്നെ തട്ടിപ്പുകൾ കാരണം ഷെയർ വിലയിൽ വൻ വിലയിടിവ് സംഭവിച്ച സത്യം കമ്പ്യൂട്ടർ, അതുപോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഷെയർ മാർക്കറ്റിൽ മോശം പ്രകടനം തുടരുന്ന റിലയൻസ് കമ്മ്യൂണിക്കേഷന്റെ ഷെയർ, അതായത് 600 രൂപയ്ക്ക് മുകളിൽ നിന്ന് 5 വർഷം കൊണ്ട് 60 രൂപയിൽ താഴെ എത്തിയ, അതായത് 90% നഷ്ടം രേഖപ്പെടുത്തിയ ഷെയർ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ. ഈ ഷെയറുകളിൽ പോലും, അതായത് ഷെയർ മാർക്കറ്റിൽ സംഭവിക്കാവുന്ന മാക്സിമം തകർച്ചകൾ നേരിട്ട ഇത്തരം ഷെയറുകളിലെ ഈ രീതിയിലുള്ള, അതായത് ചെറിയ സംഖ്യകൾ നിരന്തരമായി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ രീതിയിലുള്ള നിക്ഷേപങ്ങളിലൂടെ എങ്ങനെ നമുക്കിത് ലാഭകരമാക്കി മാറ്റാം, എങ്ങനെ നമ്മുടെ ഫണ്ടിനെ സുരക്ഷിതമാക്കാം, ഇത്തരം ഷെയറുകളിലെ നിക്ഷേപങ്ങൾ പോലും എങ്ങനെ സുരക്ഷിതമാക്കാം എന്ന് വിശദീകരിക്കുന്ന മറ്റൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.